ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പുതിയൊരു മോഡാണ് ഇറക്കിയിട്ടുള്ളത്. ചേസിസിൻ്റെ ഒരു മോഡാണ്, ബസ്സിൻ്റെ ഇതായിട്ടുള്ളൊരു മോഡ് തന്നെയാണ് ഈ ചേസിസ്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിനെ ബസ്സാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ചേസിസിൻ്റെ വേറെ കുറച്ച് മോഡലൊക്കെ ഉണ്ടായിരുന്നു, എന്താണോ അതൊന്നും കിട്ടുന്നില്ല. പിന്നെ ഈ പുതിയ മോഡലിനെ കിട്ടണമെന്ന് എന്തോ എനിക്ക് തോന്നി. പഴയത് മറ്റേ ലേലാൻഡിൻ്റെ BS6 സ്റ്റിയറിങ്ങാണ്, മറ്റേ ഓൾഡ് സ്റ്റിയറിങ്. അതിപ്പോൾ പിന്നെ ഇറങ്ങാറില്ല. പിന്നെ പുതിയതായിട്ട് ഇറങ്ങിയതാണ് ഇത്, ലേലാൻഡിൻ്റെ പുതിയത് BS6 പുതിയ സ്റ്റിയറിങ്. പിന്നെ BS4 ലേലാൻഡിൻ്റെ ഓൾഡ് സ്റ്റിയറിംഗ് ആണ്. അത് പിന്നെ പഴയതാണ്, ഇറങ്ങാറില്ല. പിന്നെ പുതിയ സ്റ്റിയറിങ്ങുകളിലൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലേലാൻഡ് ഓൾഡ് സ്റ്റിയറിംഗ് BS3 ആണെന്ന് തോന്നുന്നു. BS4 തന്നെ DSTയുടെ സ്റ്റിയറിംഗ് എന്താണോ കിട്ടുന്നില്ല. അതിൻ്റെ മോഡ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടില്ല. അതാണ് ഞാൻ BS6 തന്നെ പുതിയത് ഇറക്കിയത്. ഇപ്പോൾ അതാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഗ്യാരേജ് കൊണ്ടായിട്ട് ഇതിനെ ബസ്സാക്കണം. അതാണ് നമ്മളെ ഈ വീഡിയോയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ടൊരു ഓൾഡ് ചേസസ് ആണ്. നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. ഉള്ളിൽ വലിയതായിട്ടൊന്നും കാണാനില്ല, സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ മാത്രമേ കാണാനുള്ളത്. ഇതേ കണ്ടോ, സ്റ്റിയറിങ്ങൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ, പഴയതായി. ഒന്നെങ്കിൽ ഇതിൻ്റെ പൊടി ഡസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പുത്തനാക്കണം. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ കണ്ടിട്ട് അത് മാറ്റാം. ഇത് കുറച്ച് പഴയതാണ്, അതിലത് വിൽക്കട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചെന്നുള്ളൂ. ഇതേ ഗിയറൊക്കെ കണ്ടില്ലേ, ഗിയറൊക്കെ മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് ഇതിനെ ബസ്സാക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഇതിൻ്റെ എൻജിൻ സൗണ്ട് നമുക്കൊന്ന് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിയറിങ്ങും അതിനെക്കുറിച്ച് ചേഞ്ചൊക്കെ വരുത്തേണ്ടി വരും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചേസിൻ്റെ ഒരു മോഡ് ഇറക്കുന്നത്, അതും ബസ്സിൻ്റെ ഒരു ഭാഗമായിട്ട്. എത്രയും പെട്ടെന്ന് ഈ വണ്ടി നമുക്ക് ഗ്യാരേജിൽ കൊണ്ടുപോകണം. എന്നിട്ട് നമുക്ക് ഇതിനെ ബസ്സാക്കിയിട്ട് പഴയ പോലെ നമുക്ക് ഇറക്കണം, മറ്റേ വണ്ടികളൊക്കെ ഇറക്കിയ പോലെ തന്നെ. ഗൈസ്, ഈ വഴി എങ്ങോട്ടാണെന്നറിയോ? ഈ വഴി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ, ഞാനൊന്ന് BMRയുടെ ആദ്യത്തെ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, BMR ടൂറിസ്റ്റ് ബസ്സിൻ്റെ. ആ വഴിയാണ്. അവിടെ ഏതോ ഒരു വാഷിംഗ് സെൻറ്ററിൻ്റെ സ്ഥലത്താണ് ആ ഒരു വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതെത്തി അത് കാണിച്ചു തരാം. കുറച്ച് വഴിയേ ഉള്ളൂ. ഇത് റൈറ്റ് സൈഡിലാണ്. ഇത് ആ ബസ്സൊക്കെ നിൽക്കുന്നില്ലേ, അവിടെയായിരുന്നു ഞാൻ എൻ്റെ BMR ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആദ്യത്തെ വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ റൂട്ടിൻ്റെ അടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ, പല റൂട്ടുകളും ഉണ്ട്. പിന്നെ ഞാൻ റൂട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ സമയം അധികം എടുക്കാണ്ടിരിക്കാനും കൂടിയാണ്. പിന്നെ കുറച്ച് നേരം വെച്ചപ്പോൾ വൈകുന്നേരം ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വഴി തന്നെ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ വേറെ വഴി എടുത്തേനെ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നു വരില്ല. പലപ്പോഴും ഗ്യാരേജോ അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു വരില്ല. പിന്നെ ഉണ്ടാവും, പക്ഷെ കുറേ വഴി പോയാൽ ചിലപ്പോൾ അവിടെ തന്നെ എത്താൻ ഇത്തിരി വൈകുമായിരിക്കും, രാത്രിയെങ്കിലൊക്കെ ആവും. മാത്രമല്ല അതിൻ്റെ ടൈം ഡ്യൂറേഷനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ മിനിറ്റ് സെക്കൻഡായി പെട്ടെന്ന് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തന്നെ ചൂസ് ചെയ്തത്. ഇവിടെ അടുത്ത് ഗ്യാരേജൊന്നും കാണുന്നില്ലല്ലോ, വഴി എങ്ങനെ തെറ്റിപ്പോയോ? ഗ്യാരേജിലോട്ട് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഏതായാലും നേരെ പോയി നോക്കാം. സൈഡിലെവിടെയെങ്കിലും ഗ്യാരേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഗ്യാരേജിലോട്ട് ഇടണം. റൈറ്റ് സൈഡിൽ വഴി കാണുന്നുണ്ടല്ലോ, ഗ്യാരേജ് എങ്ങാനാണോ? അല്ല, അതേതോ ഫാക്ടറിയാണ്. ഗ്യാരേജ് ആണെങ്കിൽ ചീത്തയായ വണ്ടികളൊക്കെ സൈഡിൽ നിൽക്കേണ്ടതാ. ഇത് ഗ്യാരേജല്ല. നമുക്ക് മാപ്പ് എടുത്ത് നോക്കാം, എവിടെയാണ് ഗ്യാരേജ് എന്നറിയാലോ. അയ്യോ, നമുക്ക് വഴി തെറ്റിയതാ.
ആ ട്രാഫിക്കിൽ നമുക്ക് വഴി തെറ്റിയതാണ്. നമുക്ക് ലെഫ്റ്റിലെത്തേണ്ടതെന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞു. അപ്പോൾ കുറേ അങ്ങോട്ട് അകലെയായി. ഗ്യാരേജ് കുറേ അങ്ങോട്ട് അപ്പുറത്താണ്. കുറേ വഴി പോകേണ്ടി വരും. നമുക്ക് സ്പീഡിൽ പോവാം. നമ്മളിത് ഈ വണ്ടി ഗ്യാരേജിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബസ്സാക്കണം. അപ്പോൾ ഇതിൻ്റെ ടയറൊക്കെ കണ്ടില്ലേ, ടയർ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ച ഈ ടയറിൻ്റെ ഈ സർക്കിൾ പോയിൻ്റാണ്, മറ്റേ ഈ സ്റ്റീലിൻ്റെ ഒന്ന് മാറ്റേണ്ടി വരും ഈ രണ്ട് സൈഡിലത്തെയും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിയറിനും. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് ഈ വണ്ടി നമുക്ക് സുന്ദര കുട്ടപ്പനാക്കാൻ. നമുക്ക് ഇത് കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത് ശരിയാവാൻ. അപ്പോൾ ഇതെപ്പോഴാണ് ശരിയാവാമെന്ന് പറയില്ല, കുറച്ച് ദിവസം കഴിയും, അതായത് ഒരാഴ്ചയും കഴിയും. അപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഈ ഗ്യാരേജിലോട്ട് വരാം. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഈ ഗ്യാരേജിലോട്ട് വരും ഈ വണ്ടി എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പോവാം. നമുക്കൊന്ന് ഇറങ്ങാം. അതെ, ട്രാവലറുടെ കളർ നോക്ക്, കളർഫുള്ളായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ യാർഡിലേക്ക് പോവാം. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഈ ഗ്യാരേജിലോട്ട് വരാം. അങ്ങനെ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഗ്യാരേജിലോട്ട് വന്നു. നമ്മുടെ ബസ് എന്തായി നോക്കണം. ഇവിടെ ആരുമില്ല. വേഗം നമുക്ക് ക്രോസ് ചെയ്ത് നമുക്ക് ഗ്യാരേജിലോട്ട് പോവാം നമ്മുടെ ബസ് നോക്കാൻ. പുതിയൊരു ബസ്സാണ്, ലണ്ടൻ ബസ്സാണ് നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെഡാസ്ട്രയുടെ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ബസ്സിന്. പിന്നെ ഡ്രൈവർക്ക് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻ കണ്ടിട്ട് ഒരു ബ്ലൂ കളറിൽ ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയർ ഓക്കെ ആയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ ഓക്കെ, വീൽ ക്യാപ്പൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയറിൽ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ വീൽ ക്യാപ്പ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കറുപ്പിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വീൽ ക്യാപ്പ് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടും വൈറ്റ് ആയ കാരണം അറിയാൻ പ്രയാസമാണ്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴൊക്കെ അറിയാൻ തന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. കണ്ടോ, ഏതായാലും കുഴപ്പമില്ല, ഇത്രത്തോളമൊക്കെ ചെയ്തതല്ലേ. ഈ വണ്ടി നമുക്ക് ഗ്യാരേജിലോട്ട് ഇറക്കാം. ടയറും മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. MRF ടയറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി വണ്ടി എടുക്കാം. വണ്ടി എടുക്കാൻ മുമ്പ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാൻ വിട്ടുപോയി, നമുക്കത് നോക്കിയിട്ട് മതി. ഇൻറ്റീരിയർ ഇതാ സെറ്റപ്പ് ആയിട്ടുണ്ട്. സ്പീഡോമീറ്ററൊക്കെ മൊത്തത്തിൽ മാറ്റിയെന്ന് തോന്നുന്നു. കണ്ടോ, മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമുക്കാദ്യം വൈപ്പറൊന്ന് ഓണാക്കി നോക്കാം, എങ്ങനെയാണ് നോക്കാനായിട്ടാണ് വൈപ്പർ. വൈപ്പർ ഓക്കെയാണ്. കുറേ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം.
ഇതിൻ്റെ എൻജിൻ സൗണ്ടിന് ചേഞ്ച് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റിയറിംഗ് ഒക്കെ അല്പം വലുതായി. ചേസ് എടുത്തപ്പോൾ ഭയങ്കര ചെറിയ സ്റ്റിയറിംഗ് ആയിരുന്നു. ഇപ്പോൾ ബസ് വലുതാക്കിയപ്പോൾ സ്റ്റിയറിംഗ് വലുതാക്കിയതാവും. സ്റ്റിയറിങ്ങിനൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ക്രോസ് ചെയ്യുക, വണ്ടികളാരും വരുന്നില്ല. റിവേഴ്സ് എടുക്കാം. ഇതേ KSRTCയുടെ വോളോ ബസ് ഇതാ വരുന്നുണ്ട് സ്പീഡിൽ. ഇനി ക്രോസ് ചെയ്യുക, വണ്ടികളാരും വരുന്നില്ല. ഞാൻ ഈ ചേസിൻ്റെ മോഡും അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ മോഡൊക്കെ ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രക്ക് മോഡ് അല്ലെങ്കിൽ ട്രാവലറുടെ മോഡ് ഇറക്കാമെന്ന്. പക്ഷേ ഈ ചേസിൻ്റെ മോഡ് ഇറക്കണമെന്ന് തോന്നി, എന്നിട്ട് അതിനെ ബസ്സാക്കണമെന്ന് തോന്നി. ആ വീഡിയോയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ട്രക്ക് മോഡ് അല്ലെങ്കിൽ ട്രാവലറിൻ്റെ മോഡ് ഇറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ട്രാഫിക്കിൻ്റെ അടുത്ത അപ്ഡേഷനായിട്ട് ഞാനിപ്പോഴും വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഗെയിമിൻ്റെ അപ്ഡേഷൻ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഈ ട്രാഫിക്കിൻ്റെ അപ്ഡേഷനും കൂടിയും ഞാൻ വെയിറ്റിങ്ങിലാണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് ഞാൻ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാത്തത്. പിന്നെ ഈ മോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ മോഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ല. ഇത് പാസ്വേഡ് ഇല്ല. പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സിപ്പ് ഫയലായിട്ട് തരും. എന്നിട്ട് അത് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് ബസ് സീഡിലത്തെ ഫയലിലോട്ട് കൂടെ പേസ്റ്റ് ചെയ്താൽ ഇത് ഗെയിമിൽ ആഡ് ആവും. 2 വേ ഒക്കെ ആയതിനു ശേഷം ഇനി കുറേ വഴി വളവായിരിക്കുമെന്നാണ് തോന്നുന്നത്. വളവ് കണ്ടില്ലേ? എടാ, ട്രക്ക് പോയ പോക്ക് കണ്ട? ബെൻസൺ ട്രക്ക് ഇതേ ഓവർടേക്ക് ചെയ്ത് ഇതേ പോയ പോക്ക് നോക്ക്. എന്നിട്ടെന്താ, അത് ബ്രേക്ക് ഇട്ടാണ്ട് എവിടെയാണ് കയറി ഇടിച്ചു. ഭാഗ്യം നമുക്കും സംഭവിക്കാവുന്നത്. ഞാൻ പുതിയ ബസ് വാങ്ങിച്ച കാരണം എന്തെങ്കിലും സംഭവിക്കാൻ പേടിയുണ്ടായിരുന്നു ഈ ട്രക്ക് കാരണം. ഈ വളവിലൊന്നും അങ്ങനെ സ്പീഡിൽ എടുക്കാൻ പാടില്ലാത്തതാണ്. ഇതാ ട്രക്കുകാരൻ നൽകിയൊരു പാടാണ് ഈ ആക്സിഡൻറ്റ്. അല്ല, ഇത് നമ്മൾ വന്ന വഴിയല്ലേ? റൈറ്റ് സൈഡിൽ മറ്റേ ഫാക്ടറി ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വന്ന വഴിയാണെന്നാണ്. ഫാക്ടറി ഒക്കെ കണ്ടില്ലേ? നമ്മൾ തെറ്റി വന്ന വഴിയായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ റൂട്ട് ശരിയായ വഴിയാണ്, നമ്മൾ പോകേണ്ട വഴി അതാണല്ലോ. പക്ഷേ ഗ്യാരേജിലോട്ട് പോയപ്പോൾ നമുക്ക് ഈ വഴി തെറ്റിയതാ. അടുത്ത വീഡിയോയ്ക്ക് ഞാനൊരു പെട്രോൾ ടാങ്കറുടെ ട്രക്കാണ് നോക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളത്തിൻ്റെ ട്രക്കാണ് നോക്കുന്നത്. കാരണം ഈ ട്രാഫിക്കിൻ്റെ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളാണല്ലോ. അതിൻ്റെ ട്രക്കാണ് ഞാൻ നോക്കുന്നത്, അതും ലേലാൻഡ് ട്രക്കായിട്ട്. ഞാൻ ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മാത്രമല്ല, 2 എണ്ണം കണ്ടു വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേൽ കുറേ പഴയ വെർഷൻ ട്രക്കാണ്. അതിൽ ആഡ് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നില്ല ഈ ഗെയിമിൻ്റെ ഇത്. അതായത് ഗെയിം മൊത്തമായിട്ട് ഓപ്പൺ ആവുന്നില്ല എന്നല്ല, ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ലോഡാവുന്നില്ല. അതാണ് ഓപ്പൺ ആവാനല്ല ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു ട്രക്കും കണ്ടുപിടിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളത്തിൻ്റെ തന്നെ. പിന്നെ വേറെ കുറച്ച് ട്രക്കുകളൊക്കെ പാക്കായിട്ടുണ്ട്, അതും പർച്ചേസ് ചെയ്യാനായിട്ട്. അത് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നെങ്കിലോ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പർച്ചേസും പാക്കിലിട്ട കാരണം പിന്നെ അതും കിട്ടാൻ പ്രയാസമായിരിക്കും. പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ട്രക്കും അതുപോലെ തന്നെ കണ്ടെയ്നർ ട്രക്കൊക്കെ പാക്കിങ്ങിൽ ഇട്ടിരിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് കിട്ടിയാനേ. എല്ലാം പാക്കിൽ ഇടാൻ പാടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാനത് നോക്കുന്നുണ്ട് അതും കിട്ടാനായിട്ട്. പിന്നെ കാറ്റിൽ ട്രക്കിൻ്റെ ഒരു മോഡ് ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. അതും കൂടി ഇറക്കണം. പിന്നെ ട്രക്കുകളുടെ മോഡും കൂടി ഇറക്കി കഴിഞ്ഞിട്ട് വേണം ട്രാവലർ ഇറക്കാൻ. പക്ഷെ ട്രാവലറുടെ പുതുതായിട്ടുള്ള മോഡലൊന്നും പിന്നെ ഇറങ്ങിയിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം പിന്നെ ഇറങ്ങിയിട്ടില്ല. അല്ല, 1 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ് ട്രാവലറുടെ മോഡലൊക്കെ, പിന്നെ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ട്രക്കിൻ്റെ ഹോൺസും കൂടിയും റിലീസാക്കിയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അതുപോലെ തന്നെ ട്രാവലറുടെ ഹോണും അതെ. പിന്നെ ട്രാവലർ മോഡ് ഇറങ്ങിയിരിക്കുന്നത് ആംബുലൻസിൻ്റെ മോഡുകളൊക്കെ ആയിട്ടാണ്. എന്തായാലേ ട്രാഫിക്കിൻ്റെ ഡെൻസിറ്റി ഒക്കെ കൂടി തുടങ്ങി.
പക്ഷെ ട്രാഫിക്കാണ് വലിയ ബ്ലോക്കൊന്നും പിന്നെ വന്നിട്ടില്ല. പിന്നെ ഈ റൂട്ട് ഞാൻ മുമ്പെടുത്ത വീഡിയോ തന്നെയാണ്. BMR ടൂറിസ്റ്റ് ബസ്സിൻ്റെ വീഡിയോ എടുത്തിരുന്നത് ഈ റൂട്ടിൽ തന്നെയാണ്. നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും. നമ്മളിതാ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അന്ന് BMR ടൂറിസ്റ്റ് ബസ് പാർക്ക് ചെയ്ത് അതേ സ്പോട്ടിൽ തന്നെയായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നത്. എവിടെയെങ്കിലും പെട്രോൾ പമ്പ് കാണുകയാണെങ്കിൽ പെട്രോൾ ഒന്ന് അടിക്കേണ്ടി വരും. കാരണം പെട്രോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ ഇത്തിരി കുറവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ പെട്രോൾ ഒന്ന് അടിക്കണം. പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആ പെട്രോൾ പമ്പ് ഉണ്ട്. നമുക്ക് കയറി പെട്രോൾ അടിക്കാം. നമുക്ക് പെട്രോൾ പമ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ വണ്ടി ഒതുക്കിയിടാം. വണ്ടി ഓഫ് ചെയ്യുന്നു, പെട്രോൾ അടിക്കുന്നു, വീണ്ടും വണ്ടി ഓൺ ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു. വണ്ടികളൊക്കെ കൂടി തുടങ്ങി. പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൂടി തുടങ്ങി വണ്ടികളൊക്കെ. ഒന്ന് വഴുതാടോ. വണ്ടികൾക്ക് വഴി കൊടുക്കേണ്ടത് ഒരു മര്യാദയാണ്. ഇനി കുറച്ച് വഴിയും കൂടി മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ പാർക്കിങ്ങിലോട്ട് കിടക്കാൻ. ശരിക്കും പറഞ്ഞാൽ റോഡിന് നടുക്കിൽ ഒരു സ്റ്റീൽ കളറുള്ള കമ്പി വെച്ചതിൽ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് പണ്ട് കൊച്ചിയിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ. കൊച്ചിയിൽ ഡിവൈഡർ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യും രണ്ട് സൈഡിലും. പക്ഷേ ഇത് ഒരു സൈഡിൽ വെച്ച കാരണം നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല രണ്ട് സൈഡിൽ ഇത് എന്തോ ഡിവൈഡർ പോലെ ഇങ്ങനെ വീണ്ടും സ്റ്റീൽ കമ്പികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. അന്ന് വന്ന പോലെ വീണ്ടും മെഹബൂബ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഉണ്ടല്ലോ. ഇതെന്താ എങ്ങനെ ഇത് നിൽക്കുന്നില്ലേ? പറഞ്ഞ പോലെ നമുക്ക് താഴെയാണ് പാർക്ക് ചെയ്യേണ്ടത്. അന്ന് നമ്മുടെ BMR ടൂറിസ്റ്റ് ബസ് പാർക്ക് ചെയ്ത അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഇതും പാർക്ക് ചെയ്യേണ്ടത്. പഴയ പോലെ തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാം. കുറച്ച് സ്പീഡിലാവാം. അപ്പോൾ ഗൈസ്, ഇത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ 2 മോഡും ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.